എല്ലാവരും ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. സമീപകാലത്തെ രാഷ്ട്രത്തിന് നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ്, ഒരു ദേശീയ നഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ വേർപാട്. തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടനയെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകനായി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു കണ്ടെത്തിയത് രാഷ്ട്രീയക്കാരനല്ലാത്ത സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് ധനകാര്യമന്ത്രിയായി കണ്ടെത്തിയത്. രാഷ്ട്രീയക്കാർ പലരും നെറ്റി ചുളിച്ചു. രാഷ്ട്രീയമറിയാത്ത, ഇന്ത്യ എന്നറിയാത്ത ഈ മനുഷ്യൻ എങ്ങനെ ഈ അഗാധമായ ഗർത്തത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുമെന്ന്. പക്ഷേ മൻമോഹൻ സിംഗ് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൽ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ ഒരു മജീഷ്യനെ പോലെ അദ്ദേഹം ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതൊരു രാഷ്ട്രീയമില്ലാതിരുന്ന അദ്ദേഹം ധനകാര്യമന്ത്രിയായ അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗത്വമെടുത്തു. അന്ന് മുതൽ മരണം വരെ കോൺഗ്രസിൻ്റെ അർപ്പണബോധമുള്ള, കൂറുള്ള, അച്ചടക്കമുള്ള ഒരു നേതാവായി പ്രവർത്തിക്കുകയും ചെയ്തു. ലൈസൻസ് രാജ്യം, കോട്ട രാജ്യം അദ്ദേഹം അവസാനിപ്പിച്ചു. രാജ്യം ഉദാരവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ തുടങ്ങി. അതിനുശേഷം മറ്റൊരു യാദൃച്ഛിക അത്ഭുതമുണ്ടായി. എല്ലാവരും, പ്രതിപക്ഷ പാർട്ടികളൊന്നടങ്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാൻ ആഗ്രഹിച്ചത്, അതിനുവേണ്ടി നിർദ്ദേശിച്ചത് ശ്രീമതി സോണിയാഗാന്ധിയായിരുന്നു. സോണിയാഗാന്ധി ആലോചിച്ച് ഉറപ്പിച്ചു, ഈ സ്ഥാനം എനിക്ക് വേണ്ട, ഈ സ്ഥാനം ഞാൻ ഏറ്റെടുക്കില്ല. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൈവെളിയിൽ കിട്ടിയിട്ടും വേണ്ടെന്ന് പറയാൻ സോണിയാഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ. സോണിയാഗാന്ധി പകരം നിർദ്ദേശിച്ചാരെന്ന് എല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരുന്നു. സോണിയാഗാന്ധി നിർദ്ദേശിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേരാണ്. രണ്ടാമത്തെ നാടകീയത, രണ്ടാമത്തെ അത്ഭുതം. രാജ്യം തന്നെ പലരും തെറ്റിച്ചൊളിച്ചു. രാഷ്ട്രീയക്കാരനല്ലാത്ത ഈ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സങ്കീർണതകൾ, വൈവിധ്യം ഒന്നും അറിയാത്ത ഇദ്ദേഹം എങ്ങനെ ഈ രാജ്യത്തെ ഈ കുഴപ്പം പിടിച്ച കാലഘട്ടത്തിൽ മുന്നോട്ട് നയിക്കും? പക്ഷേ 10 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള പരിണിതപ്പച്ചരായ ഭരണാധിപന്മാരിൽ ഒന്നാമത്തെ നിലയിൽ നിൽക്കേണ്ട ആളാണെന്ന് ബോധ്യപ്പെട്ടു. ലോക നേതാക്കന്മാർ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏറ്റവും കാതോർത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്തു പറയുന്നു? അവർ രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും തൊടുന്നത് മൻമോഹൻ സിംഗിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു. പ്രധാനമന്ത്രിയായ അദ്ദേഹം അത്ഭുതകരമായ, ആരും ചിന്തിക്കാത്ത അതിശയകരമായ ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. ഉദാരവൽക്കരണത്തിൻ്റെ പാതയിൽ കൂടെ മുന്നോട്ട് പോയാണ് ഇന്ത്യൻ സമ്പദ്ഘടന രക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, മലയാളികൾ ലോകത്തിലേക്ക് കണ്ണോടിക്കുകയാണ്. നാട് വിട്ട്, വീട് വിട്ടവരെല്ലാം ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലന്വേഷിക്കുകയാണ്. അവർക്ക് സ്വാഗതം കിട്ടുന്നു. അതിൻ്റെ കാരണം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളാണ്. പക്ഷെ അദ്ദേഹം ഉദാരവൽക്കരണത്തിന് സമാന്തരമായി മറ്റൊരു നയം കൂടി സ്വീകരിച്ചു. ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ, തൊഴിലില്ലാത്തവരുടെ
കിടപ്പാടമില്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക അത്യാവശ്യമാണ് അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണകാലത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക് അനുകൂല പരിഷ്കാരങ്ങളിൽ ഏറ്റവും വലിയ പരിഷ്കാരം ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. ആ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഫലമായി കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വളരെ ചെറിയ വിലയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഭക്ഷണ സുരക്ഷാ ബില്ല് നിയമം ഇപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല. ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, തൊഴിലില്ലാത്ത, വരുമാനമില്ലാത്ത കോടാനകോടി പാവങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏർപ്പെടുത്തി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. മറ്റൊന്ന്, കൃഷിക്കാർ കടം കൊണ്ട് കടക്കണിയിലായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ 72,000 കോടിയോളം വരുന്ന കൃഷിക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ അദ്ദേഹം ധീരമായ തീരുമാനമെടുത്തു. അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന തീരുമാനമാണ്. വിവരാവകാശ നിയമം വന്നു. ഇന്ന് ആ നിയമം ഉണ്ടോ ഇല്ലോ എന്ന് ആർക്കും പറയാൻ സ്ഥിതിയാണ്. അധികം ഞാൻ പറയുന്നില്ല. ആദിവാസികളുടെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഗ്രാമസഭകളുടെ അനുവാദം കൂടി വേണം എന്ന നിയമം പാസ്സാക്കിയത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുടെ കീഴിലാണ്. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്ന ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം നടപ്പാക്കി. ഈ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അന്താരാഷ്ട്രീയ രംഗത്തെ മൻമോഹൻ സിംഗ് അധികാരനായി മാറി. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് തന്നെ ബോധ്യമുണ്ട്, ലോകത്തിലെ എല്ലാ വൻകിട രാഷ്ട്രങ്ങളും ചെറിയ രാഷ്ട്രങ്ങളും ഇന്ത്യയുമായി പ്രതിരോധ കരാർ ഒപ്പിടാൻ മത്സരിക്കുകയായിരുന്നു. 50-ലേറെ രാഷ്ട്രങ്ങളുമായി ഇന്ന് ഇന്ത്യക്ക് പ്രതിരോധ കരാറുണ്ടായി. അതിന് മുഖ്യ കാരണക്കാരൻ ഡോക്ടർ മൻമോഹൻ സിംഗാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അതിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. ക്ഷമയോടുകൂടി അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. ക്ഷമയോട് കൈകാര്യം ചെയ്തതിന്റെ ഫലമായി 1 ഇഞ്ച് ഭൂമി മുഴുവൻ നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണകാലത്ത് ചൈനയുമായ തർക്കങ്ങളെല്ലാം നീണ്ട കൂടിയായതോടുകൂടി ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഹിമമായി പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു. അതിർത്തിയിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ നൽകി. ചൈനീസ് അതിർത്തിയിൽ സ്ട്രൈക്ക് കോർ എന്ന് പറയുന്ന ഒരു പുതിയ കോറിനെ രൂപീകരിച്ചുകൊണ്ട് ബംഗാളിലെ പനാങ്ങിൽ അദ്ദേഹം ധീരമായ ഒരു പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി, സൈനികമായി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 രാഷ്ട്രങ്ങളിലൊന്നാണ് സാമ്പത്തിക രംഗം ഇന്ത്യ. സൈനിക രംഗത്തും ഇന്ന് ലോകത്തെ 4-5 രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ. അതാണ് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം. കേരളത്തോട് അദ്ദേഹം എന്നും ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇടതുപക്ഷം ഭരിച്ചപ്പോഴും അദ്ദേഹം കേരളത്തോട് ഉദാരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ചോദിച്ചതെല്ലാം എല്ലാം കൊടുത്തില്ലെങ്കിലും പരമാവധി നൽകാൻ സാധിച്ചു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഫെഡറലിസത്തിന്റെ ട്രൂ സ്പിരിറ്റ്, ശരിയായ അർത്ഥത്തിൽ ആ ബന്ധം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിഭജനത്തെക്കുറിച്ച് ഒരു സംസ്ഥാനവും പറഞ്ഞിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളും അദ്ദേഹം നീതി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യയിലെ ഫെഡറലിസം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, ഇതിന്റെ ബഹുസ്വരത, മതമൈത്രി, ഇത് കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ എക്കാലവും ഒത്തിരിക്കുമെന്നാണ് പ്രതീക്ഷ. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിരോധ വകുപ്പിന് ഒരുപാട് വ്യവസായങ്ങൾ വന്നു. കേരളത്തിൽ ആദ്യമായി പ്രതിരോധ വകുപ്പിന്റെ വ്യവസായം ഉണ്ടായത് മൻമോഹൻ സിംഗ് ഭരണകാലത്താണ്. തിരുവനന്തപുരത്തിലെ ബ്രഹ്മോസ് ഉൾപ്പെടെ കേരളത്തിലെ പല ജില്ലകളിലും പ്രതിരോധ വ്യവസായങ്ങൾ ഉണ്ടായത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി രാജീവ് ഗാന്ധി തറക്കല്ലിട്ട
കണ്ണൂർ ജില്ലയിലെ ഏഴിമല അക്കാദമി കമ്മീഷൻ ചെയ്തത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയൊരു പ്രധാനമന്ത്രിയാണ്. പക്ഷെ ഇത്രയേറെ ലാളിത്യം, സത്സന്ധത, നീതിബോധം, ആർഭാടമില്ല, സത്യസന്ധമായ ജീവിതം, ലളിതമായ ജീവിതം നയിച്ച അദ്ദേഹം കേരളത്തിലെ ഇന്ത്യക്കാർക്ക് മറക്കാൻ സാധ്യമല്ല. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ എങ്ങനെ ഒരിക്കും അറിയില്ല. 7 വർഷവും 7 മാസവും ഞാൻ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചു. ഇങ്ങനെ ഒരു മനുഷ്യൻ, സഹപ്രവർത്തകരോട് ഇത്രയേറെ ബഹുമാനവും മാന്യതയും പുലർത്തുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം മുഖം സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്നോട് പ്രതിരോധ വകുപ്പിന്റെ ആവശ്യങ്ങൾ എല്ലാം അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പ്രതിരോധ വകുപ്പിന് കിട്ടിയ ഫണ്ട് 100% ചെലവഴിക്കാൻ കഴിച്ചു. കൂടുതൽ ഫണ്ട് അനുവദിച്ചു. അദ്ദേഹം നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകി. ഒരു നിലയിലും തർക്കിക്കാൻ പറ്റാത്ത നിലയിൽ അദ്ദേഹം തന്നെ കാര്യം കണ്ടറിവ് ചെയ്തു. ഇന്ത്യയിലെ സൈനികർക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ള പ്രധാനമന്ത്രി അദ്ദേഹമാണ്. അങ്ങനെ എല്ലാ രംഗത്തും നോക്കുമ്പോൾ വ്യക്തിപരമായി ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത, എങ്ങനെയും ഒരു മനുഷ്യനുണ്ടോ? നല്ല മനുഷ്യർ ധാരാളമുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു മനുഷ്യൻ, രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ. അതുപോലെ തന്നെ രാഷ്ട്രീയമില്ലാത്ത അദ്ദേഹം കോൺഗ്രസ്സുകാരനായതിനു ശേഷം അവസാനം വരെ കോൺഗ്രസിന്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട്, കോൺഗ്രസ് പരിപാടികളോട് കൂറുപുലർത്തിക്കൊണ്ട് അദ്ദേഹം നിലനിന്നു. രാജ്യസഭയിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എഴുന്നേറ്റിരിക്കും. എല്ലാവരും സഭ ഒന്നടങ്കം ബഹുമാനിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും രാജ്യത്തെ ഉണ്ടാക്കിയ നഷ്ടം, ആ ശൂന്യത പെട്ടെന്ന് നികത്താൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ വേർപാടിൽ എനിക്കുള്ള ഒരനുഭവം കൂടി ഞാൻ പറയാം. ഞാനും അദ്ദേഹം ഒരുമിച്ച് ബോംബെക്ക് ഒരു യാത്ര പോയി, അതുപോലെ മദ്രാസിലേക്ക് യാത്ര പോയി. ആ സന്ദർഭങ്ങളിലെല്ലാം എയർക്രാഫ്റ്റിൽ നിന്നും അദ്ദേഹത്തിന്റെ ബാഗ്, വലിയ ബാഗ്, അദ്ദേഹം തന്നെയാണ് കയ്യിലെടുത്ത് പോകുന്നത്. മറ്റാരും അത് കയ്യിലെടുക്കാൻ സമ്മതിക്കത്തില്ല അദ്ദേഹം. അതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ലളിതമായ ഭക്ഷണം. അദ്ദേഹം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു കാലഘട്ടമുണ്ട്. എപ്പോഴും ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമായിരുന്നു. ഒരിക്കലും അദ്ദേഹം മുന്നറിയിപ്പില്ലാതെ കേരള ഹൗസിൽ തന്നെ കണ്ടു. ഞാൻ പറഞ്ഞു, മൻമോഹൻ സിംഗ് ഇത് ശരിയായില്ല, അങ്ങനെ വന്ന് കണ്ടത് ശരിയായില്ല, ഇതിനി ആവർത്തിക്കുന്നത് എനിക്ക് വിഷമമുണ്ടാകും. പിന്നെ അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. ഇത്രയേറെ ലാളിത്യം, ഒരു വല്ലാത്ത മനുഷ്യൻ. ഇതുപോലൊരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു പറഞ്ഞാൽ നാളെ തലമുറ വിശ്വസിക്കുമെന്ന് സംശയമുണ്ട്. അങ്ങനെയൊരു പ്രധാനമന്ത്രിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹവുമായി ഇന്നത്തെ കാലഘട്ടം ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലവും ഇപ്പോഴൊന്നും ഞാൻ താരതമ്യപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു.